നമസ്കാരം, ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രൗണിങ് അല്ലെങ്കിൽ മുങ്ങി മരണത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വെക്കേഷനാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് സമ്മർ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കുട്ടികൾ സ്വിമ്മിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഡ്രൗണിങ് അല്ലെങ്കിൽ മുങ്ങി മരണം അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്. എല്ലാവരെയും നമ്മൾ അലറി വിളിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കൂടെ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ തന്നെ എപ്പോഴും ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്പബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് സ്വിമ്മിങ് അറിയാവോ, അല്ലെങ്കിൽ നമ്മൾ ഇനി സ്വിമ്മിങ് അറിയാണെങ്കിൽ പോലും നമുക്ക് ഒരാളെ റെസ്ക്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പാനിക്കായി ഒരിക്കലും നമ്മൾ വെള്ളത്തിലോട്ട് എടുത്ത് ചാടരുത്. കാരണം നമ്മൾ പിന്നെ വീണ്ടും മുങ്ങി മരണത്തിലോട്ട് ആ ഒരു കണ്ടീഷൻസിലോട്ട് നമ്മളും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാവുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ തന്നെ നമ്മളത് ഏൽപ്പിക്കുക. ഇനി ഇല്ല, നമ്മൾ ക്യാപ്പബിൾ ആണ്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളത്തിലോട്ട് ഇറങ്ങുക. ഇനി എപ്പോഴും ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് പല രീതികളുണ്ട്. ആദ്യത്തേത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് വല്ല കയറുകളോ അല്ലെങ്കിൽ ടയർ പോലത്തെ എന്തെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ഇട്ട് കൊടുക്കുക. അതിൽ പിടിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് ആക്ച്വലി കരയിലോട്ട് വന്ന് കയറാവുന്നതാണ്. ഇനി നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പിൻവശത്തു കൂടെ മാത്രമേ പോകാവൂ. അവരുടെ മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ അവരും നമ്മൾ ആക്ച്വലി പിടിച്ച് പാനിക്കായി നമ്മൾ രണ്ടുപേരും ആക്ച്വലി മുങ്ങുന്ന ഒരു കണ്ടീഷൻസിലോട്ട് പോകാനായി അത് കാരണമാകത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പിൻവശത്തു കൂടെ പോവുക. പിന്നെ നമ്മുടെ ഷോൾഡറിലോ അല്ലെങ്കിൽ അവരുടെ മുടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് പിടിച്ചിട്ടോ ആക്ച്വലി നമുക്ക് അവരെ കരയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കരയിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ളതല്ല. പല ഫസ്റ്റ് എയ്ഡുകളും നമുക്ക് ആക്ച്വലി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ കണ്ടുവരാറുണ്ട്, പല മൂവികളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ വയറിൽ ഞെക്കി ആക്ച്വലി വെള്ളം പുറത്തോട്ട് കളയുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. കാരണം അതല്ല നമ്മൾ ഡ്രൗണിങ് അല്ലെങ്കിൽ മുങ്ങി മരണത്തിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ശ്വാസകോശത്തിലോട്ട് പോയി വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസുകളിലോട്ടെ അല്ലെങ്കിൽ ശ്വാസം നിലച്ചു പോകാനുള്ള ഒരു കണ്ടീഷൻസിലോട്ടെ അത് കാരണമാവത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു നേർത്ത പ്രതലത്തിലോട്ട് ആക്ച്വലി അവരെ കിടത്തുക. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അവർ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അവർ ശ്വാസം എടുക്കുന്നുണ്ട്, പൾസിനും കുഴപ്പമില്ല എന്ന പേഷ്യൻ്റ് നമ്മൾ തീർച്ചയായിട്ടും ഷോൾഡറിലൊന്ന് തട്ടി വിളിച്ചു നോക്കുക. ആ തട്ടി വിളിക്കുന്നതിൽ അവർ ആക്ച്വലി വിളി കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം ആ പേഷ്യൻ്റ് നോർമലായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇല്ല, പേഷ്യൻ്റ് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ശ്വാസം എടുക്കുന്നില്ല, പൾസും ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി CPR ആയിരിക്കണം. CPR നമുക്കറിയാം, നമ്മൾ നെഞ്ചിൻകോടിൻ്റെ സെൻറ്റർ ഭാഗത്തായിരിക്കും നമ്മൾ കൈവച്ച് ഞെക്കിയാണ് നമ്മൾ CPR കൊടുക്കാറുള്ളത്. എന്നിട്ട് CPR കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി ചില കണ്ടീഷൻസിലെങ്കിലും നമ്മൾ ഈ മുങ്ങി മരണത്തിൽ കണ്ടുവരാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പേഷ്യൻസിലും നമ്മൾ കണ്ടിട്ടുള്ളത്, ചില പേഷ്യൻസിനെങ്കിലും നമുക്ക് പൾസ് ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ കഴുത്തിൽ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നാഡിമിടിപ്പ് ആക്ച്വലി നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസം ചിലപ്പോൾ നിലച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടത്. ഇനി അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടത് ഒന്ന്, നമ്മൾ സ്നിഫിങ് പൊസിഷൻ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മൾ തുമ്മുമ്പോൾ നമ്മുടെ കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒരു പൊസിഷനിലാണ് നമ്മളെപ്പോഴും ശ്വാസം കൊടുക്കേണ്ടത്. ആദ്യമേ നമ്മളൊരു നോർമൽ ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞ് വായിലോട്ട് റെസ്ക്യൂ ബ്രെത്ത്സ് അല്ലെങ്കിൽ വായിലോട്ട് ഊതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് എപ്പോഴും ഒന്ന് ഉറപ്പ് വരുത്തുക. ചെസ്റ്റ് റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കറക്റ്റ് റെസ്ക്യൂ ബ്രെത്ത്സ് ആണ് ആ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അങ്ങനെ ആ റെസ്ക്യൂ ബ്രെത്ത്സ്
ഈ പേഷ്യൻ്റ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വയറിൽ ഞെക്കി ആ വെള്ളം കളയുന്ന പ്രോസസ്സ് ഒരിക്കലും ചെയ്യരുത്. അത് വീണ്ടും കോംപ്ലിക്കേഷൻസിലോട്ടേ ഉണ്ടാക്കത്തുള്ളൂ. രണ്ടാമത്, പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിക്കുക. പക്ഷേ എപ്പോഴും ഓരോ കണ്ടീഷനും ഒരു ഗോൾഡൻ അവർ ഉണ്ടാവും. ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ആ ഒരു 1 അവറിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോൾഡൻ അവറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ നിലനിർത്താവുന്നതാണ്.